നമസ്കാരം. ഇടിവെട്ടിയ പോലെ മനുഷ്യജീവൻ എടുത്തും പരിക്കേൽപ്പിച്ചും പലതരം ലോറികൾ നിരത്തിൽ പായുന്നത് നിയന്ത്രിക്കാൻ നടപടികളില്ലാതിരിക്കെ ഗതാഗത വകുപ്പ് അവർക്ക് ഡ്രൈവിംഗ് പരിശീലനം കൊടുക്കാനൊരുങ്ങുന്നു. ടിപ്പർ ഡ്രൈവർമാരെയാണ് പ്രത്യേകം പരിഗണിക്കുന്നത്. ഇന്നലെ രാവിലെ നടക്കാൻ പോയ ഒരാളുടെ ജീവൻ കൊച്ചിയിൽ ടോറസ് ലോറി കവർന്നപ്പോൾ കരുനാഗപ്പള്ളിയിൽ തടി ലോറി വീട്ടമ്മയുടെ ജീവൻ പന്താടി. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. ഓരോ RTO ഓഫീസിന് കീഴിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടിപ്പർ ലോറി ഡ്രൈവർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കി പരിശീലനം കൊടുക്കാനാണ് തീരുമാനം. ശ്രീ ചിത്തിര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിലെയും KSRTC ട്രെയിനിംഗ് സെന്ററിലെയും വിദഗ്ധരടങ്ങിയ പരിശീലകരുടെ പാനലിനും പദ്ധതിക്കും ഉടൻ രൂപം നൽകുമെന്ന് ഗതാഗത വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല എന്ന വിമർശനം ശക്തമാണ്. ഓവർലോഡുമായി റോഡിലിറങ്ങാൻ പറ്റില്ലെന്നും അമിത വേഗം സാധ്യമല്ലെന്നും ബോധ്യമായാലേ പൊതുജനത്തിന്റെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ. ക്വാറികളിൽ നിന്ന് പാറ ടിപ്പറുകളിൽ കയറ്റുമ്പോൾ നിയമാനുസൃതമായ തൂക്കത്തിൽ കൂടുതൽ കയറ്റിയിട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ജിയോളജി വകുപ്പാണ്. അവർ അത് ചെയ്യാറില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരാതി. സർക്കാരിലേക്ക് ക്വാറിയിൽ നിന്ന് റോയൽറ്റി പിരിക്കുന്നത് ലോഡിന്റെ അടിസ്ഥാനത്തിലാണ്. അമിത ലോഡ് കയറ്റുന്നതിലൂടെ റോയൽറ്റി വെട്ടിപ്പിനും ജിയോളജി വകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപണമുണ്ട്. ക്വാറികളിൽ അളവ് തൂക്ക ഉപകരണവുമായി ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജിയോളജി വകുപ്പിന് മോട്ടോർ വാഹന വകുപ്പ് ഉടൻ കത്ത് നൽകും. അമിത ലോഡുമായി പോകുന്ന വാഹനങ്ങളെ തടഞ്ഞ് ലോഡ് ഇറക്കിയിട്ട് വാഹനം മാത്രം വിട്ടുകൊടുക്കുക എന്നാണ് ചട്ടം. എന്നാൽ ലോഡ് ഇറക്കി റോഡരികിൽ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് ന്യായം പറഞ്ഞ് പിഴ ചുമത്തി അതേ ലോഡുമായി പോകാൻ അനുവദിക്കും. വാഹനമടക്കം പിടിച്ചെടുക്കുന്ന തരത്തിൽ നിയമത്തിൽ മാറ്റം വരുത്തിയാലേ ഇവരെ നിയന്ത്രിക്കാനാവൂ. വാഹനത്തിൽ ലോഡ് കയറ്റുന്നത് മുതൽ ലോഡ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം ഡ്രൈവർക്കാണ്. ലോഡ് കയറ്റുമ്പോൾ അനുവദനീയമായ അളവിൽ കൂടിയിട്ടില്ലെന്നും സുരക്ഷിതമാണെന്നും ഡ്രൈവർ ഉറപ്പാക്കണം. നിയമം ആവർത്തിച്ച് ലംഘിക്കുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നാണ് ചട്ടം. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. ഓരോ മാസവും ടാർജറ്റ് അനുസരിച്ച് വാഹന പരിശോധനയ്ക്ക് ഇറങ്ങുന്ന പോലീസും MVDയും ഓരോ ലോഡും കടന്നു പോകുമ്പോഴും കണ്ണടച്ച് ചിരിക്കും. ചിലതിന് പിഴ ചുമത്തും. നമുക്ക് കിട്ടാനുള്ളതും സർക്കാരിന് കിട്ടേണ്ടതും ഭദ്രം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ചുമതല മറക്കും. പരസ്യമായ രഹസ്യമാണിത്. നിശ്ചിത അളവിൽ കൂടിയാൽ മിനിമം 10,000 രൂപയാണ് പിഴ. പിന്നെ കൂടുന്ന ഓരോ ടണ്ണിനും 1,500 രൂപ വീതം ഈടാക്കണം. ഇനിയും അപകടങ്ങൾ ഉണ്ടാകുന്നത് കണ്ടു നിൽക്കാനാകില്ല. കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അമിത വേഗത്തിൽ പാഞ്ഞ ടിപ്പറിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന്റെ കൈ അറ്റു തൂങ്ങിയിരുന്നു. പരിക്കേറ്റ വിതുര തോട്ടുമുക്ക് സ്വദേശി അഖിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവമുണ്ടാകുന്നത്. കാട്ടാക്കട ഭാഗത്ത് നിന്ന് പൂവച്ചലിലേക്ക് വരികയായിരുന്നു ഇരുവാഹനങ്ങളും. മിനി നഗർ അഴിക്കാലിൽ ഇട റോഡിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞ ടിപ്പർ ലോറി ബൈക്കിൽ ഇടിച്ചു. പിന്നിലെ ടയറിൽ കുടുങ്ങിയ അഖിലിനെ 20 മീറ്ററോളം വലിച്ചിഴച്ച ശേഷമാണ് വണ്ടി നിന്നത്. ഇടത് കൈമുട്ടിന് താഴെ അറ്റുതൂങ്ങിയ നിലയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തലയ്ക്കും നെഞ്ചിലും സാരമായ പരുക്കുമേറ്റു. ടിപ്പർ ലോറി വേഗം കുറയ്ക്കാതെയും സിഗ്നൽ നൽകാതെയും വെട്ടിത്തിരിച്ചതാണ് അപകട കാരണമെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. തലസ്ഥാനത്ത് ഒരാഴ്ചക്കിടയിൽ 3ാം തവണയാണ് ടിപ്പറിന്റെ അമിതവേഗം അപകടമുണ്ടാക്കുന്നത്.